ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത് ആത്മീയതയിലുള്ള മനുഷ്യന്മാരെ പറ്റിയാണ്. അത് നമുക്ക് 5 തരം ആളുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തെ ആള്, അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. അവർക്ക് ദൈവമുണ്ടെന്നോ ഈ ഭൂമി സൃഷ്ടിച്ച സൃഷ്ടാവുണ്ടെന്നോ അവർ വിശ്വസിക്കുന്നില്ല. അവർ പ്രകൃതിയിലും സയൻസിലും വിശ്വസിച്ച് ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് ദൈവം തന്ന ദാനത്തെപ്പറ്റിയോ ദൈവത്തിൻ്റെ നന്മകളെ പറ്റിയോ ദൈവത്തിൻ്റെ കരുതലിനെ പറ്റിയോ യാതൊരു ചിന്തയുമില്ലാത്ത ആളുകളായിരിക്കും അവർ. രണ്ടാമത്തെ ആൾക്കാർ, എന്ത് വന്നാലും ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ. അങ്ങനത്തെ ആളുകൾ ആത്മീയതയിൽ ബലപ്പെട്ടവരായിരിക്കും. അവർക്ക് എന്ത് വന്നാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. ദൈവമറിയാതെ തൻ്റെ തലയിൽ നിന്ന് ഒരു മുടിനാര് പോലും കൊഴിഞ്ഞു പോവുകയില്ല എന്ന് വിശ്വസിക്കുന്ന തരം ആളുകളായിരിക്കും അവർ. അവരുടെ ജീവിതം മറ്റുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ച് വളരെ സമാധാനവും വളരെ ശക്തിയും വളരെ പ്രത്യാശയും നിറഞ്ഞതായിരിക്കും. മൂന്നാമത്തെ തരം ആൾക്കാർ, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവർ. അവർക്ക് എല്ലാത്തിനും അവർ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർക്ക് ചെയ്ത നന്മകൾക്കോ അവർക്ക് കിട്ടിയ ദാനത്തിനോ അവർക്ക് കിട്ടിയ സൗഭാഗ്യത്തിനോ ഒന്നിലും അവർ സന്തോഷിക്കാതെ എല്ലാത്തിലും കുറ്റം പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും അവർ. നാലാമത്തെ തരം ആൾക്കാർ, സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുന്നവർ. അവരുടെ നല്ലതിൽ ദൈവത്തെ അവർ പ്രൈസ് ചെയ്യും. അവരുടെ നല്ലതല്ലാത്ത അവസ്ഥയിൽ അവർ ദൈവത്തെ പഴിക്കും. ദൈവത്തിൻ്റെ നല്ലതിൽ സന്തോഷിച്ച് ദൈവത്തെ പ്രൈസ് ചെയ്യുമ്പോൾ കഷ്ടം വരുമ്പോൾ അവർ ദൈവത്തെ പഴിക്കുമ്പോൾ കഷ്ടം തന്ന ദൈവം അതിൽ ഉത്തമമായിട്ടുള്ള പരിഹാരം കയ്യിലുള്ളവനാണെന്ന് വിശ്വസിക്കാത്തവരായിരിക്കും അവർ. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാതെ നന്മ കിട്ടുമ്പോൾ മാത്രം അതിൽ സന്തോഷിക്കുകയും എന്നാൽ തിന്മ ഭവിക്കുമ്പോൾ തിന്മ തരാനും നന്മ തരുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്തവരായിരിക്കും അവർ. നമുക്ക് വരുന്ന ജീവിതത്തിൽ വരുന്ന നന്മയിലും തിന്മയിലും ദൈവം നമ്മളതിനെ കാണുന്നുണ്ട്. നമുക്കൊരു കഷ്ടം വന്നാലും അതിൻ്റെ വലിയൊരു പ്രതിവിധി ദൈവത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളവരായി. അഞ്ചാമത്തെ തരം ആൾക്കാർ, അവർ എത്രയായാലും ദൈവത്തിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് നേടിയെടുക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലർ ഫാസ്റ്റിങ്ങും എടുത്ത് ഇല്ലെങ്കിൽ കഠിനമായ പ്രാർത്ഥനയിലോ കഠിനമായ ധ്യാനത്തിലോ ഇരുന്ന് അവർ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കും. അവരുടെ ആ ഒരു ദൃഢത, തനിക്ക് ആവശ്യമുള്ളത് എന്തോ തരാൻ പ്രാപ്തനായ ദൈവം തനിക്കുണ്ടെന്നും ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാൻ എനിക്ക് അവകാശമുണ്ടെന്നും അത് മേടിച്ചെടുത്ത് അത് പ്രാപിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും അങ്ങനത്തെ ആളുകൾ. നമ്മുടെ ജീവിതത്തെ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ നന്മയിലും ദൈവം തരുന്ന കഷ്ടതയിലും എല്ലാം സന്തോഷിക്കണം. ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് വേദന തന്ന് പരീക്ഷിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത്. എന്നാൽ നൊടി നേരത്തേക്ക് ദൈവം നമ്മളെ കൈവിട്ടാലും പൂർവാധികം ശക്തിയോടെ തിരിച്ചെടുക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് വരുന്ന ഓരോ കഷ്ടതയിലും ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. നമുക്ക് വരുന്ന കഷ്ടതയിൽ എന്തുകൊണ്ട് നമുക്കത് വന്നു എന്ന് പഴിക്കാതെ ആ ഒരു കഷ്ടത ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ആത്മീയതയിൽ വളർന്നു വരുന്നവർ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരായി തീരാതെ, ഇല്ലെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരായി തീരാതെ, ഇല്ലെങ്കിൽ ദൈവം നല്ലത് തരുമ്പോൾ അതിൽ മാത്രം സന്തോഷിക്കുകയും ദൈവം കഷ്ടം തരുമ്പോൾ അതിനെ പഴിക്കുകയും ചെയ്യുന്നവരായി തീരാതെ എല്ലാത്തിനും ദൈവത്തിനോട് നന്മയും എല്ലാത്തിലും ദൈവത്തിനോട് സന്തോഷവും എല്ലാം നന്മയും കരുണയും എല്ലാം അനുഭവിക്കുന്നവരെ മാറിത്തീരാൻ നമ്മൾ എന്നും ശ്രദ്ധിക്കണം. അങ്ങനെ ആത്മീയതയെ വളർന്നു വരുന്ന നല്ല മക്കളായി നമുക്ക് തീരുവാൻ സാധിക്കട്ടെ. ആമേൻ.